ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു വ്ളോഗാണ് കേട്ടോ. സാറ്റർഡേ ലീവ് ആയതുകൊണ്ട് വീട്ടിലെന്തായാലും വെറുതെ ഇരിക്കുകയാണ്. എന്നാൽ പിന്നെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇന്ന ഡെസ്റ്റിനേഷനിൽ പോകണം എന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. നിലമ്പൂർ വെറുതെ പോയി നോക്കാം. പിന്നെ നിലമ്പൂർ ചന്തക്കുന്നിലെ ഒരു ലാഭമേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം ഉമ്മാക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ നിന്ന് അവിടെയും കയറാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെ യാത്ര. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നിലമ്പൂർ ചന്തക്കുന്നുള്ള ലാഭമേളയിലാണ് കേട്ടോ. സംഭവം കുറേ സാധനങ്ങളുണ്ട് ഇവിടെ, വില ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന്റെ മുന്നേ തന്നെ പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. എന്താന്ന് വെച്ചാല് നമ്മള് വിലക്കുറവിൽ കുറെ സാധനങ്ങൾ കാണുമ്പോൾ ഓരോന്ന് വാങ്ങിക്കൂട്ടും. അങ്ങനെ നമ്മൾ പിന്നെ ഇതിന്റെ ഉള്ളിൽ പോയിട്ട് സാധനങ്ങളൊക്കെ നോക്കാൻ പോവാണ് കേട്ടോ. ഉള്ളിലൊരു ലോകം തന്നെയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഡ്രസ്സൊക്കെ നല്ല റേറ്റ് കുറവിലുണ്ട് കേട്ടോ. പക്ഷെ അത്ര അങ്ങോട്ട് ക്വാളിറ്റി ഒന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു. ഉമ്മാക്ക് കുറച്ച് ബക്കറ്റൊക്കെ ആയിരുന്നു വാങ്ങാനുണ്ടായിരുന്നത്. പിന്നെ ഏതായാലും വന്ന സ്ഥിതിക്ക് മൊത്തത്തിലൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളുമായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ടുള്ള ഡിസ്കഷൻ ആണ് ഇനി നമ്മൾ എങ്ങോട്ടാ പോവാന്ന്. അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചത് തേക്ക് മ്യൂസിയം പോവാന്നാട്ടോ. സംഭവം ഞാൻ ഇവിടെ നിലമ്പൂരൊക്കെ ആണെങ്കിലും ഇതുവരെ തേക്ക് മ്യൂസിയം പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ആ പ്ലാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു. അപ്പോഴാണ് നമ്മൾ പിന്നെയും പ്ലാന് മാറ്റിയത്. ഇനി നമ്മൾ എങ്ങോട്ടാന്നല്ലേ നമുക്ക് കാണാം. നമ്മൾ ചെന്നെത്തിയത് ഫൺ വില്ലേജിലേക്കാണ് കേട്ടോ. ഇവിടേക്ക് ആവുമ്പോ കുട്ടികൾക്ക് കുറെ കളിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ, വലിയവർക്കും ഉണ്ട്. ഇവിടേക്കുള്ള എൻട്രി ഫീ 20 റുപ്പീസ് ആണ് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഉള്ളിൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. കേറുന്ന സ്ഥലത്ത് തന്നെ അതിന്റെ പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാൻ പാകത്തിലുള്ള ഡ്രസ്സൊന്നും ഞങ്ങൾ എക്സ്ട്രാ കൊണ്ടുവരാത്തോണ്ട് നമ്മൾ ഒരു വെറൈറ്റിക്ക് ടണൽ റൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഞാനും ഉമ്മയൊന്നും ഇതുവരെ അതിൽ കയറിയിട്ടില്ല. എന്നാ പിന്നെ അങ്ങനെ ഒന്ന് കേറാന്ന് വിചാരിച്ചു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഉള്ളിൽ കയറിയത്. പുറത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികൾ കയറാൻ പാടില്ല, ഗർഭിണികൾക്ക് കയറാൻ പാടില്ല, അങ്ങനത്തെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് മാത്രമൊക്കെ ഉണ്ടാവും, അപ്പൊ ഓർക്കൊന്നും കയറാൻ പറ്റാത്ത എന്താ ഉള്ളതെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഉള്ളിലെത്തിയപ്പോ എല്ലാം മനസ്സിലായത് എന്തുകൊണ്ടാണ് ഓർക്കൊന്നും കേറണ്ടെന്ന് പറഞ്ഞതെന്നുള്ളത്. സംഭവം ഒരു ടണലിന്റെ ഉള്ളില് ചുറ്റും ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളും കറങ്ങുന്നുണ്ട് എന്ന്. നല്ല ഫണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ തല കറങ്ങിയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും അതിന്റെ ഉള്ളിൽ ഞങ്ങൾ നിന്നിട്ടുണ്ടാകും. ഇവരാണെങ്കിൽ തുറക്കുന്നില്ല, തല കറങ്ങിയിട്ടാണെങ്കിൽ പാടില്ല. അങ്ങനെ കുറെ സമയം കറങ്ങി ഫൈനലി അവരത് തുറന്നു തന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോ ലൈറ്റൊക്കെ നോക്കാനേ പറ്റുന്നില്ല, അങ്ങനത്തെ തലവേദന. ഞാൻ ഉമ്മയും വന്ന പാടന്നെ സൈഡ് വന്ന ആ മൂട് അങ്ങോട്ട് പോയി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴാണ് ആമനെയും മുയലിനെയും കണ്ടത്. അതിന്റെ മേലെയാണെങ്കിലോ ഇഷ്ടം പോലെ മുന്തിരിയുണ്ട്. കൂടുതലും പച്ചയാണ്, ചിലതൊക്കെ ഇങ്ങനെ പഴുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഐസിക്കും കിയൂനും പറ്റിയിട്ടുള്ള എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കി നടക്കുകയാണ്. ഒന്നാമത് ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് വലിയ വെള്ളത്തിൽ ഇറങ്ങുന്ന സംഭവങ്ങളൊന്നും വേണ്ടാന്ന് ആദ്യം വിചാരിച്ചതാണ്. എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്കിനി വേറൊരു ദിവസം വന്നിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് ഐസിനൊക്കെ സോപ്പിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാത്തതുകൊണ്ട് പിന്നെ അവിടെയുള്ള കുട്ടികൾ കളിക്കണൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. കിയൂന് എന്തായാലും ഇത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഓനതിന്റെ അടുക്ക് ഒരു റൈഡിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിട്ട് അപ്പൊ തന്നെ ഇറക്കി. പിന്നെയുള്ള ഞങ്ങളെ മെയിൻ പരിപാടി ഇതുപോലെ റൈഡിനൊക്കെ കയറിയ ആൾക്കാരെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ നോക്കി നിൽക്കലായിരുന്നു കേട്ടോ. കുറച്ചു നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചു. കുറെ നേരമായില്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ തിന്നാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിപ്പോ ഉള്ളത് ടീ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ബർഗർ ആണ് കേട്ടോ. എല്ലാത്തിന്റെയും ടേസ്റ്റ് അറിയണം എന്ന് പറഞ്ഞിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഓരോന്നായി വന്നു. അങ്ങനെ കാത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിന്റെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാ ഫുഡും വന്നാലല്ലേ കാണാനൊരു രസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇരിപ്പ്.
അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മൾ ഓർഡർ ചെയ്തത് എത്തിട്ടോ. ഫുഡ് വന്നതും തീർന്നതും ഒരുമിച്ചാണ്. കണ്ടില്ലേ, തീർന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് ഇവിടുത്തെ. അങ്ങനെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി അടുത്തതായിട്ട് വീട്ടിൽ പോകുന്ന പരിപാടി. ഇപ്പൊ തന്നെ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്, എല്ലാരും ടയർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്തെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി എന്നാ വരാന്നൊന്നും ഒരു പ്ലാനും ഇല്ല. ഇൻഷാ അല്ലാഹ് വേഗം തന്നെ വരാം. അപ്പൊ ഓക്കെ, ബൈ.